എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കേന്ദ്ര മന്ത്രിസഭയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി നമ്മളെ വീഡിയോസ് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ കറണ്ട് അഫയേഴ്സും നമുക്ക് എന്താണ് ഒന്ന് ഓടിച്ചുകൂടാം. 7-ാം തീയതി പാലക്കാട് LDC എക്സാം വരികയല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള PSC ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര ആണവോർജ ബഹിരാകാശ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആണവോർജ ബഹിരാകാശ വകുപ്പ് മന്ത്രി ആരാണ്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? നിതിൻ ഗഡ്കരിയാണോ, JP നഡ്ഡയാണോ, ശിവരാജ് സിംഗ് ചൗഹാനാണോ, നരേന്ദ്രമോദിയാണോ? ആരാണ്? അപ്പോൾ കേന്ദ്ര ആണവോർജ ബഹിരാകാശ വകുപ്പ് മന്ത്രി ആരാണ്? അത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകളുണ്ട്. അപ്പോൾ ആ വകുപ്പുകളൊക്കെ എല്ലാവരും എന്താണ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കേന്ദ്ര ആണവോർജ ബഹിരാകാശ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ്. ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ആണവോർജം, ബഹിരാകാശം തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ആണവോർജ അല്ലെങ്കിൽ ബഹിരാകാശ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി ആരാണ്? കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി. അപ്പോൾ കേന്ദ്രത്തിലെ ആഭ്യന്തരം, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ്, അമിത് ഷാ ആണ്. അപ്പോൾ ആരാണ് ആഭ്യന്തരമന്ത്രി? അമിത് ഷാ ആണ്. സഹകരണ മന്ത്രി ആരെന്ന് ചോദിച്ചാലും ആഭ്യന്തര മന്ത്രി ആരാന്ന് ചോദിച്ചാലും അതാരാണ്? ഓപ്ഷൻ ബി ആണ്, അമിത് ഷാ ആണ്. അമിത് ഷാ ആണ് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി. ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? അമിത് ഷാ. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? കേന്ദ്ര പ്രതിരോധ മന്ത്രി ഓപ്ഷൻ എ ആണ്, രാജ്നാഥ് സിംഗ് ആണ്. ആരാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി? രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി. ആരാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി? ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി, അതായത് കേന്ദ്ര ഗതാഗത മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. ആരാണ്? ഓപ്ഷൻ സി, നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഓപ്ഷൻ എ ആരാണ്? അമിത് ഷാ. ആരാണ്? അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സഹകരണ വകുപ്പ്. നിർമ്മല സീതാരാമൻ ആരാണ്? ധനകാര്യം, കോർപ്പറേറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നിതിൻ ഗഡ്കരിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കേന്ദ്ര റോഡ് അല്ലെങ്കിൽ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാലും റോഡ് ഗതാഗതം അല്ലെങ്കിൽ ഹൈവേ വകുപ്പ് മന്ത്രി ഏത് ചോദിച്ചാലും ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. രാജ്നാഥ് സിംഗ് നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞു പ്രതിരോധ മന്ത്രിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് ആര്? രാജ്നാഥ് സിംഗ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ രാസവള വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ രാസവള വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി, JP നഡ്ഡയാണ്. ആരാണ്? ഓപ്ഷൻ ബി JP നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ രാസവള വകുപ്പ് മന്ത്രി. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി എന്ന് ചോദിച്ചാലും രാസവള വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമാണ്. ആരാണ്? ഓപ്ഷൻ ബി, JP നഡ്ഡയാണ്. ആരാണ്? JP നഡ്ഡ. അപ്പോൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ അല്ലെങ്കിൽ രാസവള വകുപ്പ് മന്ത്രി ആരാണ്? JP നഡ്ഡയാണ്. ഇപ്പോൾ JP നഡ്ഡയുടെ വകുപ്പുകളാണ് ആരോഗ്യ കുടുംബക്ഷേമവും രാസവളവും. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ്, ശിവരാജ് സിംഗ് ചൗഹാനാണ്. മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് ആര്? കേന്ദ്ര കൃഷി അല്ലെങ്കിൽ കർഷക ക്ഷേമ അല്ലെങ്കിൽ ഗ്രാമവികസന മന്ത്രി എന്നിരുന്നത്. അപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. കേന്ദ്ര കർഷക ക്ഷേമ മന്ത്രി എന്ന് ചോദിച്ചാലും ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാലും അതും ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? കർഷക ക്ഷേമം, കൃഷി, ഗ്രാമവികസനം എന്നീ വകുപ്പുകളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ വികസന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ശിവരാജ് സിംഗ് ചൗഹാൻ.
കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിർമ്മല സീതാരാമനാണ്. അപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ധനകാര്യ മന്ത്രി എന്ന് ചോദിച്ചാലും നിർമ്മല സീതാരാമനാണ്. അപ്പോൾ കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ധനകാര്യവും കോർപ്പറേറ്റുമാണ്. ഇതിൽ ഓപ്ഷൻ എസ് ജയശങ്കർ ആരാണ്? വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ. അതുപോലെ പീയൂഷ് ഗോയൽ, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ ആരാണ്? വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അപ്പോൾ മനോഹർലാൽ ഖട്ടറിൻ്റെ വകുപ്പ് ഏതാണ്? നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ്, അതായത് തെറ്റായ ജോഡി. മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും, കേന്ദ്രമന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി, തെറ്റായ ജോഡി കണ്ടെത്താനാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. കേന്ദ്ര വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കറാണ്. ആരാണ്? കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി, അതാണ് നമ്മൾ മനോഹർലാൽ ഖട്ടറിൻ്റെ കാര്യം നമ്മൾ പറയണം. അപ്പോൾ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയാണ് ആര്? മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത്? കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി. അപ്പോൾ ഊർജ്ജ വകുപ്പ് മന്ത്രി ആരാണ്? മനോഹർലാൽ ഖട്ടറാണ്. എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ്. കേന്ദ്ര ഊർജ്ജകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? മനോഹർലാൽ ഖട്ടറാണ്. കേന്ദ്ര ഖന ഉരുക്കു മന്ത്രി ആരാണ്? കേന്ദ്ര ഖന ഉരുക്കു വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലല്ല, അത് പ്രസ്താവന തെറ്റാണ്. മറിച്ച് ആരാണ്? നമ്മുടെ HD കുമാരസ്വാമിയാണ്. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായ ജനതാദൾ എസിൻ്റെ നേതാവായ HD കുമാരസ്വാമിയാണ് എന്ത്? കേന്ദ്ര ഖന ഉരുക്കു വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര ഖന ഉരുക്കു വകുപ്പ് മന്ത്രി ആരാണ്? HD കുമാരസ്വാമിയാണ്. പീയൂഷ് ഗോയലിൻ്റെ വകുപ്പ് ഏതാണ്? വാണിജ്യ വ്യവസായ വകുപ്പാണ്. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അപ്പോൾ പീയൂഷ് ഗോയൽ ഏത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ്? വാണിജ്യ വ്യവസായ വകുപ്പാണ്. വാണിജ്യ വ്യവസായ വകുപ്പാണ് പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത്. ഖന ഉരുക്കു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് HD കുമാരസ്വാമിയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ജോഡിയാണ് തെറ്റ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടർ, കേന്ദ്ര ഖന ഉരുക്കു വകുപ്പ് മന്ത്രി ആരാണ്? HD കുമാരസ്വാമിയാണ്. പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്രമന്ത്രിയായ ജിതിൻ റാം മഞ്ചിയുടെ വകുപ്പുകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ആര്? ജിതിൻ റാം മഞ്ചി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതമാണോ? സാമൂഹിക നീതിയാണോ? വ്യോമയാനമാണോ? ചെറുകിട ഇടത്തരം സംരംഭം, MSME ആണോ? ഏതാണ്? ഒന്ന് നോക്കി പറയൂ. ഉത്തരം ഏതാണ്? പറഞ്ഞോളൂ. അതന്നെ, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയായ ജിതൻ റാം മഞ്ചിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ചെറുകിട ഇടത്തര സംരംഭമാണ്. അപ്പോൾ ചെറുകിട ഇടത്തര സംരംഭം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ജിതൻ റാം മഞ്ചിയാണ്. MSME അങ്ങനെയും ചോദിക്കാം. MSME വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ്? ജിതൻ റാം മഞ്ചിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചോദിക്കാവുന്നതാണ് കേട്ടോ. MSME എന്ന് പറഞ്ഞാൽ ചെറുകിട ഇടത്തരം സംരംഭമാണ്. എന്ത്? അതിൻ്റെ ഇംഗ്ലീഷിലെ ഷോർട്ട് ഫോമാണ് MSME എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രിയാണ് ആര്? ജിതൻ റാം മഞ്ചി. അടുത്ത ചോദ്യം, കേന്ദ്രമന്ത്രിയായ രാജീവ് രഞ്ജൻ സിംഗ്, അതായത് ലല്ലൻ സിംഗിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലല്ലൻ സിംഗിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത്, അദ്ദേഹം കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ നോക്കാം. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, തുറമുഖം, ക്ഷീരോൽപ്പന്നം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലല്ലൻ സിംഗിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തുറമുഖമാണ്. തുറമുഖം എന്താണ്? അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ കേന്ദ്രമന്ത്രിയായ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലല്ലൻ സിംഗിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. അപ്പോൾ കേന്ദ്ര പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ലല്ലൻ സിംഗ് അല്ലെങ്കിൽ രാജീവ് രഞ്ജൻ സിംഗ് ആണ്. അപ്പോൾ രണ്ട് പേരുണ്ട്, രണ്ടും നോക്കാം. രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണെന്ത്? കേന്ദ്ര പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി, കേന്ദ്ര ഫിഷറീസ് മൃഗപരിപാലന വകുപ്പ് മന്ത്രി,
കേന്ദ്ര ക്ഷീരോൽപ്പന്ന വകുപ്പ് മന്ത്രി. ഈ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. അതും ശരിയാണ്. എന്താണ്? ശരിയാണ്. അപ്പോൾ അസമിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോവാളാണിത് കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ സർബാനന്ദ സോനോവാളാണ്. കേന്ദ്ര തുറമുഖ, അതേപോലെ ഷിപ്പിംഗ്, ജലഗതാഗതം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. അതും ശരിയാണ്. അപ്പോൾ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രിയാണ് രാം മോഹൻ നായിഡു. കേന്ദ്ര വ്യോമയാന മന്ത്രിയാണ് രാം മോഹൻ നായിഡു. അതും ശരിയാണ്. അപ്പോൾ ചെറുപ്പക്കാരനായ ഒരു മന്ത്രിയാണ് ആര്? രാം മോഹൻ നായിഡു. അപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ്? രാം മോഹൻ നായിഡു ആണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ്? രാം മോഹൻ നായിഡു ആണ്. കേന്ദ്ര പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് ജുവൈൽ ഒറാം. അതും ശരിയാണ്. അപ്പോൾ കേന്ദ്ര പട്ടിക വകുപ്പ് മന്ത്രി ആരാണ്? ജുവൈൽ ഒറാമാണ്. കേന്ദ്ര പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ജുവൈൽ ഒറാമാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ആരാണ്? ഗിരിരാജ് സിംഗ് ആണ്. എന്നാൽ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലാണ്. ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ആരാണ്? ഗിരിരാജ് സിംഗ് ആണ്. കേന്ദ്ര പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ജുവൈൽ ഒറാമാണ്. വ്യോമയാന മന്ത്രി ആരാണ്? രാം മോഹൻ നായിഡു ആണ്. സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാളാണ്. ഇപ്പം കേന്ദ്ര ജലഗതാഗത മന്ത്രി അല്ലെങ്കിൽ ജലവകുപ്പ് മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? സർബാനന്ദ സോനോവാളാണ്. കേരളത്തിലാണെങ്കിൽ ആരാണ്? കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിനാണ്. ആരാണ്? റോഷി അഗസ്റ്റിനാണ്. കേന്ദ്രത്തിലാവുമ്പോൾ അതാരാണ്? സർബാനന്ദ സോനോവാളാണ്. കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതെല്ലാമാണ്? ഭക്ഷ്യവകുപ്പ്, പൊതുവിതരണം, ഉപഭോക്തൃകാര്യ വകുപ്പ്, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജ വകുപ്പ്. ഇവയെല്ലാം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യവകുപ്പ്, പൊതുവിതരണം, ഉപഭോക്തൃകാര്യ വകുപ്പ്, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ഇവയാണെന്ത്? പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പ്. അപ്പോൾ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. കേന്ദ്ര പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. ഉപഭോക്തൃകാര്യ വകുപ്പ് ആരാണ് ചോദിച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. അതുപോലെ പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജ വകുപ്പും ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി. ഇവയെല്ലാമാണ് എന്ത്? ഉത്തരം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യവകുപ്പ്, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ അശ്വിനി വൈഷ്ണവിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT, കമ്മ്യൂണിക്കേഷൻ. ഇതിൽ അശ്വിനി വൈഷ്ണവിൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. വാർത്താവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. അപ്പോൾ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? റെയിൽവേ, വാർത്താവിതരണം, ഇലക്ട്രോണിക്സ്, IT. കമ്മ്യൂണിക്കേഷൻ ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. കമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. എന്നാൽ ഇലക്ട്രോണിക്സ് IT വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. കൺഫ്യൂഷൻ ആകരുത്, മാറിപ്പോകരുത്. ഇപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ആരാണ്?
അശ്വിനി വൈഷ്ണവാണ്. റെയിൽവേ കൂടാതെ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT എന്നിവ. അടുത്തത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കമ്മ്യൂണിക്കേഷൻ, വടക്കുകിഴക്കൻ മേഖലാ വികസനം. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ശരിയാണ്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷനും വടക്കുകിഴക്കൻ മേഖലാ വികസനവും. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ്. അതും ശരിയാണ്. അപ്പോൾ വനം മന്ത്രി ആരാണ്? കേന്ദ്ര വനം മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. കേരളത്തിലെ വനമന്ത്രി ആരാണ്? AK ശശീന്ദ്രനാണ്. അപ്പോൾ കേന്ദ്ര വനമന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് പരിസ്ഥിതി, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം. വനം, പരിസ്ഥിതി, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. അതും ശരിയാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ. അതെന്താണ്? തെറ്റാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ്. ആരാണ്? അന്നപൂർണ ദേവിയാണ്. അപ്പോൾ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ്. അവരാണെന്ത്? കേന്ദ്ര മന്ത്രിസഭയിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരിലെ ഏക വനിത അവരാണ്. ക്യാബിനറ്റ് മന്ത്രിമാരിലെ കേട്ടോ, അത് നോട്ട് ചെയ്യുക. അല്ലാത്ത വകുപ്പിൽ വനിതകളുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാരിലെ ഏക വനിത അവരാണ്. അപ്പോൾ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ്. അപ്പോൾ ചിരാഗ് പാസ്വാനോ? ചിരാഗ് പാസ്വാന് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ്. ആരാണ്? ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ്. അപ്പോൾ ആ പ്രസ്താവനയാണ് തെറ്റ്. ചിരാഗ് പാസ്വാൻ്റെ വകുപ്പ് ഏതാണ്? ഭക്ഷ്യ സംസ്കരണമാണ്. കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ആര്? കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അപ്പോൾ കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. കേന്ദ്ര ന്യൂനപക്ഷ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു. അപ്പോൾ കിരൺ റിജിജുവിൻ്റെ വകുപ്പുകൾ എന്താണ്? കേന്ദ്ര ന്യൂനപക്ഷം, അതുപോലെ പാർലമെൻ്ററി കാര്യം. കേന്ദ്ര ന്യൂനപക്ഷ കാര്യം, പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് നമ്മൾ പറഞ്ഞു, മൂന്നാമത്തതാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് അതുപോലെ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ്. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ആയ സുരേഷ് ഗോപി എന്താണ്? സഹമന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഏതാണ്? ഈ പെട്രോളിയം, പ്രകൃതിവാതകം, അതുപോലെ ടൂറിസം വകുപ്പുകളാണ്. അപ്പോൾ അനുബന്ധമായിട്ട് അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ഇനി G കിഷൻ റെഡ്ഡി ആരാണ്? ഓപ്ഷൻ A G കിഷൻ റെഡ്ഡി ആരാണ്? ഖനി വകുപ്പാണ്. ഖനി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ഖനന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് G കിഷൻ റെഡ്ഡി. ചിരാഗ് പാസ്വാനെ നമ്മൾ പറഞ്ഞു ഭക്ഷ്യ സംസ്കരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ചിരാഗ് പാസ്വാനാണ്. CR പാട്ടീലിൻ്റെ നമുക്കിനി പഠിക്കാം. അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. അടുത്ത ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര തൊഴിൽ, യുവജനകാര്യ, കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ C ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. ആരാണ്? ഓപ്ഷൻ C ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് എന്ത്? കേന്ദ്ര തൊഴിൽ, യുവജനകാര്യ, കായിക വകുപ്പ് മന്ത്രി. അപ്പോൾ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ് ചോദിച്ചാൽ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. അതുപോലെ കേന്ദ്ര തൊഴിൽ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതും മൻസുഖ് മാണ്ഡവ്യാണ്. അപ്പോൾ മൻസുഖ് മാണ്ഡവ്യയുടെ വകുപ്പുകൾ തൊഴിൽ, യുവജനകാര്യം, കായിക വകുപ്പ്. തൊഴിൽ, യുവജനകാര്യം, കായിക വകുപ്പ്. ഈ മൂന്നിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? V അബ്ദുറഹ്മാനാണ്. കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? V അബ്ദുറഹ്മാനാണ്. അപ്പോൾ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. കേന്ദ്ര യുവജനകാര്യ, അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന്
പ്രസ്ഥാനം എന്നാണ് തന്നിരിക്കുന്നത്, ക്ഷമിക്കട്ടോ, പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രിയാണ് ജി കിഷൻ റെഡ്ഡി. ശരിയാണ്. അപ്പോൾ കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ്. എന്താണ്? ശരിയാണ്. അപ്പോൾ ആരാണ് കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി? ജി കിഷൻ റെഡ്ഡിയാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി നമ്മൾ പറഞ്ഞതാണ് ചിരാഗ് പാസ്വാനാണ്. അപ്പോൾ ചിരാഗ് പാസ്വാൻ്റെ വകുപ്പ് ഏതാണ്? ഭക്ഷ്യ സംസ്കരണമാണ്. അപ്പോൾ കൽക്കരി ഖനി വകുപ്പ് ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രിയാണ് സി ആർ പാട്ടീൽ. അപ്പോൾ ജലശക്തി വകുപ്പ് മന്ത്രി ആരാണ്? സി ആർ പാട്ടീലാണ്. കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ആരാണ്? സി ആർ പാട്ടീൽ. അതെന്താണ്? ശരിയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. തെറ്റാണ്. കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി നമ്മൾ പറഞ്ഞു ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷനും വടക്കു കിഴക്കൻ മേഖലാ വികസനവുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് ഇതിൽ തെറ്റ്. അപ്പോൾ കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ചിരാഗ് പാസ്വാനാണ്. കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ആരാണ്? സി ആർ പാട്ടീലാണ്. ആരാണ്? സി ആർ പാട്ടീൽ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രിയാണ്. വിവിധ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര മന്ത്രിമാരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇനി സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരെ കുറിച്ചാണ്. ഇനി ചില വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. സ്റ്റാറ്റസ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ആസൂത്രണം, സാംസ്കാരികം എന്നിവയുടെ മന്ത്രി റാവു ഇന്ദർജിത് സിംഗ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ സ്റ്റാറ്റസ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ആസൂത്രണം, സാംസ്കാരികം എന്നിവയുടെ മന്ത്രി ആരാണ്? സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി ആരാണ്? റാവു ഇന്ദർജിത് സിംഗ് ആണ്. ആരാണ്? റാവു ഇന്ദർജിത് സിംഗ് ആണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഭൗമശാസ്ത്ര വകുപ്പ് എന്നിവയുടെ സ്വതന്ത്ര ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അതെന്താണ്? ശരിയാണ്. ഇപ്പോൾ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വഹിക്കുന്ന സ്വതന്ത്ര ചുമതലകൾ ഏതൊക്കെയാണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഭൗമശാസ്ത്ര വകുപ്പും. നിയമം, നീതിന്യായം, പാർലമെൻ്ററി കാര്യ വകുപ്പ് എന്നിവയുടെ സ്വതന്ത്ര ചുമതല നിർവഹിക്കുന്ന മന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ അർജുൻ റാം മേഘ്വാൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? നിയമം, നീതിന്യായം, പാർലമെൻ്ററി കാര്യം അതുപോലെ എന്നിവയാണ് എന്ത്? അർജുൻ മേഘ്വാൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ആരോഗ്യം, കുടുംബക്ഷേമം ഇവയുടെ ചുമതല വഹിക്കുന്നത് പ്രതാപ് റാവു. അത് ശരിയാണ്. ആരോഗ്യം, കുടുംബക്ഷേമം ഇവയുടെ ചുമതല, ഈ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല വഹിക്കുന്നത് ആരാണ്? പ്രകാശ് റാവു യാദവാണ്. നൈപുണ്യ വികസനം, സംരംഭകത്വം, വിദ്യാഭ്യാസം എന്നിവയുടെ സ്വതന്ത്ര ചുമതല വഹിക്കുന്നത് ജയന്ത് ചൗധരി. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ജയന്ത് ചൗധരി വഹിക്കുന്നത് എന്തൊക്കെയാണ്? നൈപുണ്യ വികസനവും സംരംഭകത്വവും വിദ്യാഭ്യാസം എന്നിവയുടെ സ്വതന്ത്ര ചുമതല വഹിക്കുന്നത് ആരാണ്? ജയന്ത് ചൗധരിയാണ്. ആരാണ്? ജയന്ത് ചൗധരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്ന് നമുക്കറിയാം 2 സഹമന്ത്രിമാരാണ്. ഒരാളെ എന്താണ്? രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ അയച്ചത്. അയാളെ നിലവിൽ രാജസ്ഥാനിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നൊക്കെ എന്തുകൊണ്ട് അയാളെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കുന്നത്. ഒരാൾ എന്താണ്? നേരിട്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച് അങ്ങനെ മന്ത്രിയാകുന്ന ആളാണ്. 2 കേന്ദ്ര മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പെട്രോളിയം, പ്രകൃതിവാതകം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. ആരാണ്? ഹർദീപ് സിംഗ് പുരിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ സ്വതന്ത്ര ചുമതല വഹിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി MP ആണെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അപ്പോൾ എന്താണ്? ഇവയെല്ലാം പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി ആരാണ്? സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി വഹിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര്? സുരേഷ് ഗോപി MP. അവസാനത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ജോർജ് കുര്യൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം ഇവയെല്ലാം. ഏതാണ്? ഇവയെല്ലാമാണ്. അപ്പോൾ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്?
കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ സാമന്ത്രിയായ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നീ വകുപ്പുകളാണെന്ത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സാമന്ത്രിയായ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. സുരേഷ് ഗോപിൻ്റെ നമ്മൾ പറഞ്ഞു പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യനാണെങ്കിൽ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നിവയാണെന്ത് ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അപ്പോൾ 2 കേന്ദ്ര സാമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്. അവരുടെ പേരുകളും വകുപ്പുകളും എന്താണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കേരള ഫാക്റ്റ് ആവുകൊണ്ട് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനി ജസ്റ്റ് കേന്ദ്ര സാമന്ത്രിമാരെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കി പോവുക. കാരണം ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയിൽ സാമന്ത്രിമാരെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സാമന്ത്രിമാരെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നാവുമെന്ന് തോന്നും. ഏതായാലും നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര സാമന്ത്രിമാരാണ് ജിതിൻ പ്രസാദ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വാണിജ്യം, വ്യവസായം, ഇലക്ട്രോണിക്സ്, IT. അപ്പോൾ വാണിജ്യ, വ്യവസായ, ഇലക്ട്രോണിക്സ്, IT സാമന്ത്രി ആരാണ്? ജിതിൻ പ്രസാദയാണ്. ശ്രീപദ് യശോക് നായിക്കാണെന്ത് ഊർജം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. അപ്പോൾ ഊർജം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം എന്നിവ കൈകാര്യം ചെയ്യുന്ന സാമന്ത്രി ആരാണ്? ശ്രീപദ് യശോ നായിക്കാണ്. പങ്കജ് ചൗധരി ധനകാര്യം. ഇന്ന് ലാബ് അറ്റൻഡർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് എന്ത് ധനകാര്യ സാമന്ത്രി ആരാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട വകുപ്പുകൾ നിങ്ങൾ എന്തായാലും സാമന്ത്രിമാരത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ധനകാര്യ സാമന്ത്രി ആരാണ്? പങ്കജ് ചൗധരിയാണ്. സഹകരണ സാമന്ത്രി ആരാണ്? കിഷൻലാൽ ഗുജ്ജറാണ്. കിഷൻപാൽ ഗുജ്ജറാണ് എന്ത് സഹകരണ സാമന്ത്രി. സാമൂഹിക നീതി സാമന്ത്രി ആരാണ്? രാംദാസ് അഡാവലെയാണ്. രാംദാസ് അഡാവലെയാണ് എന്ത് സാമൂഹിക നീതി വകുപ്പിൻ്റെ സാമന്ത്രി. രാംനാഥ് ടാക്കൂറാണ് കൃഷി, കർഷകക്ഷേമം എന്നീ വകുപ്പുകളുടെ സാമന്ത്രി. കൃഷി, കർഷകക്ഷേമം എന്നീ വകുപ്പുകളുടെ സാമന്ത്രി ആരാണ്? രാംനാഥ് ടാക്കൂറാണ്. നിത്യാനന്ദ് റായ് ഏതാണ്? ആഭ്യന്തര സാമന്ത്രിയാണ്. നിത്യാനന്ദ് റായ് ആരാണ്? ആഭ്യന്തര സാമന്ത്രിയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ആഭ്യന്തര സാമന്ത്രി, ധനകാര്യ സാമന്ത്രി പങ്കജ് ചൗധരി, ആഭ്യന്തര സാമന്ത്രി നിത്യാനന്ദ റായ്, സഹകരണ സാമന്ത്രി ആരാണ്? കൃഷൻപാൽ ഗുജ്ജർ. അതേപോലെ ആരോഗ്യ സാമന്ത്രി ആരാണ്? അനുപ്രിയ പട്ടേൽ. അത് നോട്ട് ചെയ്ത് വെക്കുക. ആരോഗ്യ സാമന്ത്രി ആരാണ്? അനുപ്രിയ പട്ടേലാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം എന്നീ വകുപ്പുകളുടെ മന്ത്രി ആരാണ്? സഹമന്ത്രി ആരാണ്? അനുപ്രിയ പട്ടേലാണ്. ആ വകുപ്പുകളുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് JP നഡ്ഡയാണ്. അനുപ്രിയ പട്ടേലാണ് അതിൻ്റെ സാമന്ത്രി. വി സോമണ്ണ ഏതാണ്? ജലശക്തി, റെയിൽവേ എന്നിവയുടെ സാമന്ത്രിയാണ്. അപ്പോൾ റെയിൽവേ സാമന്ത്രി ആരാണ്? വി സോമണ്ണ. നോട്ട് ചെയ്യുക. റെയിൽവേ സാമന്ത്രി വി സോമണ്ണ. അതേപോലെ ആഭ്യന്തര സാമന്ത്രി നിത്യാനന്ദ് റായ്, ധനകാര്യ സാമന്ത്രി പങ്കജ് ചൗധരി. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസ്വാമിയാണ് എന്ത് ഗ്രാമവികസനം, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ സാമന്ത്രി. അപ്പോൾ ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനിയാണെന്ത് ഗ്രാമവികസനം, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ സാമന്ത്രി എന്നീ വകുപ്പുകളുടെ സാമന്ത്രി. ഇനി പ്രൊഫസർ SP സിംഗ് ബാഘേലാണെന്ത് ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം, പഞ്ചായത്തി രാജ് എന്നീ വകുപ്പുകളുടെ സാമന്ത്രി. അപ്പോൾ പഞ്ചായത്തി രാജ് വകുപ്പിൻ്റെ സാമന്ത്രി ആരാണ്? പ്രൊഫസർ SP സിംഗ് ബാഘേലാണ്. SP സിംഗ് ബാഘേലാണ്. അടുത്തത് ശോഭ കരന്തലജയാണ്. ശോഭ കരന്തലജ ഏതാണ്? MSME അതേപോലെ തൊഴിൽ എന്നിവയുടെ സാമന്ത്രി. MSME നമ്മൾ പറഞ്ഞു ചെറുകിട ഇടത്തരം സംരംഭം, അതിൻ്റെയും തൊഴിലിൻ്റെയും സാമന്ത്രിയാണ് ശോഭ കരന്തലജ. അപ്പോൾ തൊഴിൽ സാമന്ത്രി ആരാണ്? ശോഭ കരന്തലജയാണ്. തൊഴിൽ മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. കീർത്തിധൻ സിംഗ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, വിദേശകാര്യം. അപ്പോൾ വിദേശകാര്യ സാമന്ത്രി ആരാന്ന് ചോദിച്ചാൽ കീർത്തിവർദ്ധൻ സിംഗ് ആണ്. പരിസ്ഥിതി സാമന്ത്രിയും അദ്ദേഹം തന്നെയാണ്. BL വർമ്മ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, സാമൂഹ്യ നീതി. അപ്പോൾ BL വർമ്മ ഏത് സാമന്ത്രിയാണ്? ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, അതേപോലെ പൊതുവിതരണം, സാമൂഹ്യ നീതി എന്നീ വകുപ്പുകളുടെ സാമന്ത്രിയാണ് ആര്? BL വർമ്മ. ശാന്തനു ടാക്കൂർ ഏതാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം എന്നിവയുടെ സാമന്ത്രിയാണ്. അപ്പോൾ ശാന്തനു ടാക്കൂർ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. തുറമുഖ വകുപ്പ് സാമന്ത്രി ആരാണ്? ശാന്തനു ടാക്കൂറാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം നമ്മൾ പറഞ്ഞു സുരേഷ് ഗോപിയാണ് അതിൻ്റെ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. മലയാളി ആവുകൊണ്ട് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സാമന്ത്രിയാണ് സുരേഷ് ഗോപി.
ഡോക്ടർ എൽ മുരുകൻ ഏതാണ്? വാർത്താ വിതരണം, പാർലമെൻ്ററി കാര്യം എന്നിവയുടേതാണ് ഇത് ഡോക്ടർ എൽ മുരുകന്. അജയ് SOS ഏതാണ്? റോഡ് ഗതാഗതം, ഹൈവേ. അപ്പോൾ റോഡ് ഗതാഗത സഹമന്ത്രി ആരാണ്? ആരാണ്? അജയ് SOS ആണ്. റോഡ് ഗതാഗതം, ഹൈവേ എന്നിവയുടെ സഹമന്ത്രി ആരാണ്? ഡോക്ടർ SOS ആണ്. ബണ്ടി സഞ്ജയ് കുമാർ ആഭ്യന്തരം. അപ്പോൾ ആഭ്യന്തര സഹമന്ത്രി ഒന്ന് ബണ്ടി സഞ്ജയ് കുമാറുണ്ട്, നേരത്തെ നമ്മൾ പഠിച്ചു. അങ്ങനെ 2 ആഭ്യന്തര സഹമന്ത്രിമാരുണ്ട്. ഗ്രാമവികസന സഹമന്ത്രി ആരാണ്? കമലേഷ് പാസ്വാനാണ്. കമലേഷ് പാസ്വാൻ ഏതാണ്? ഗ്രാമവികസന സഹമന്ത്രിയാണ്. കൃഷി കർഷക ക്ഷേമം ഭഗീരനാഥ് ചൗധരി. ഭഗീരനാഥ് ചൗധരി ഏതൊക്കെയാണ്? കൃഷിയും കർഷക ക്ഷേമവും. സതീഷ് ചന്ദ്ര ദുബെയാണ് എന്ത്? കൽക്കരി ഖനി സഹമന്ത്രി. അപ്പോൾ കൽക്കരി ഖനി സഹമന്ത്രി നമ്മൾ G കിഷൻ റെഡ്ഡിയാണ്. കൽക്കരി അതുപോലെ ഖനി എന്നിവയുടെ ക്യാബിനറ്റ് മന്ത്രി. എന്നാൽ സഹമന്ത്രി ആരാണ്? സതീഷ് ചന്ദ്ര ദുബെയാണ്. ആരാണ്? സതീഷ് ചന്ദ്ര ദുബെയാണ്. സഞ്ജയ് സേറ പ്രതിരോധം. അപ്പോൾ പ്രതിരോധ സഹമന്ത്രി ആരാണ്? സഞ്ജയ് സേറയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് ക്യാബിനറ്റ് റാങ്കുള്ള. എന്നാൽ അതിൻ്റെ സഹമന്ത്രി ആരാണ്? സഞ്ജയ് സേറയാണ്. പ്രതിരോധ സഹമന്ത്രി ആരാണ്? സഞ്ജയ് സേറയാണ്. അടുത്തതാണ് രവനീത് സിംഗ് ബിട്ടു. ഭക്ഷ്യ സംസ്കരണം, റെയിൽവേ എന്നിവയുടെ സഹമന്ത്രിയാണ് രവനീത് സിംഗ് ബിട്ടു. ദുർഗാദാസ് ഒയ്ക്കെ ആയതാണ്? പട്ടികവർഗ സഹമന്ത്രിയാണ്. പട്ടികവർഗ സഹമന്ത്രി ആരാണ്? ദുർഗാദാസ് ഒയ്ക്കെയാണ്. രക്ഷാ നിഖിൽ ഗഡ്സെയാണ് യുവജനകാര്യം, കായികം എന്നിവയുടെ സഹമന്ത്രി. യുവജനകാര്യം, കായികം എന്നിവയുടെ സഹമന്ത്രി ആരാണ്? രക്ഷാ നിഖിൽ ഗഡ്സെയാണ്. രക്ഷാ നിഖിൽ ഗഡ്സെ. സുഗാന്ത മജുംദാർ വിദ്യാഭ്യാസം, വടക്കുകിഴക്കൻ മേഖലാ വികസനം എന്നിവയുടെ സഹമന്ത്രിയാണ്. സുഗാന്ത മജുംദാർ വിദ്യാഭ്യാസം, വടക്കുകിഴക്കൻ മേഖലാ വികസനം എന്നിവയുടെ സഹമന്ത്രിയാണ്. അടുത്ത ആളെ നോക്കാം. സാവിത്രി ഠാക്കൂർ വനിതാ ശിശു വികസനം. വനിതാ ശിശു വികസനം എന്നിവയുടെ സഹമന്ത്രിയാണ് ആര്? സാവിത്രി ഠാക്കൂർ. തോക്കാൻ സാഹു ഹൗസിംഗ്, നഗരകാര്യം എന്നിവയുടെ സഹമന്ത്രിയാണ് ആര്? തോക്കാൻ സാഹു. ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി ഏതാണ്? ജലശക്തിയുടെ സഹമന്ത്രിയാണ്. ജലശക്തി വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി. ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ ഏതാണ്? ഘനവ്യവസായം, ഉരുക്ക് വ്യവസായം എന്നിവയുടെ സഹമന്ത്രിയാണ്. ഘനവ്യവസായ വകുപ്പ്, ഉരുക്ക് വ്യവസായ വകുപ്പ് എന്നിവയുടെ സഹമന്ത്രിയാണ് ആര്? ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ. ഹർഷ് മൽഹോത്ര കോർപ്പറേറ്റ് കാര്യം, റോഡ് ഗതാഗതം, ഹൈവേ. അപ്പോൾ കോർപ്പറേറ്റ് കാര്യം, റോഡ് ഗതാഗതം, ഹൈവേ എന്നിവയുടെ സഹമന്ത്രി ആരാണ്? ഹർഷ് മൽഹോത്രയാണ്. നിമൂബൻ ബാംബിയാണത് ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യം, പൊതുവിതരണം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി. അപ്പോൾ ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യം, പൊതുവിതരണം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി ആരാണ്? നമി മുംബൻ ബാംബിയെ. മുരളീധർ മോഹോറ ആരാണ്? മുരളീധർ മോഹൻലാലാണ് സഹകരണം, വ്യോമയാനം എന്നിവയുടെ സഹമന്ത്രിയാണ്. ഇപ്പോൾ സഹകരണം, വ്യോമയാനം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര്? മുരളീധർ മോഹോർ. അടുത്തതാണ് അവസാനത്തെ ജോർജ് കുര്യൻ. നമ്മൾ പഠിച്ചതാണ് ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നിവ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര്? ജോർജ് കുര്യൻ. അപ്പോൾ ഇത്രയാണ് എന്ത് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. 35 മന്ത്രിമാരാണ് ക്യാബിനറ്റ് റാങ്ക്. അതേപോലെ ഉപമന്ത്രിയും സഹമന്ത്രിയും ഉൾപ്പെടെ 35 മന്ത്രിമാരാണ് എന്ത് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. നാളെ നമുക്ക് കേരള മന്ത്രിസഭ പഠിക്കാം. അപ്പോൾ അത് ആ വീഡിയോയുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും എന്താണ് കറണ്ട് അഫയേഴ്സ് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.